നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾ ലഗേജിലെ ഈ പുതിയ നിയമം അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായി പണം അടയ്ക്കേണ്ടി വരും. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഹാൻഡ് ബാഗേജ് നയത്തിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളാണ് ഇതിന് കാരണം. പുതിയ ഹാൻഡ് ബാഗേജ് നയം അനുസരിച്ച് യാത്രക്കാർ വിമാനത്തിൽ കയറുമ്പോൾ ഒറ്റ ബാഗ് മാത്രമേ കൈവശം കരുതാവൂ. ഇത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്ക് ബാധകമാണ്. അതിന്റെ തൂക്കം പരമാവധി 7 കിലോ മാത്രമേ അനുവദിക്കൂ. ഹാൻഡ് ബാഗിന്റെ വലുപ്പത്തിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അധിക ബാഗേജ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ചെക്ക് ഇൻ ചെയ്യണം. വിമാനയാത്രികർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാൻഡ് ബാഗിന്റെ അളവ് 55 സെന്റിമീറ്റർ 21.6 ഇഞ്ച്, ഉയരത്തിലും 40 സെന്റിമീറ്റർ 15.7 ഇഞ്ച്, നീളത്തിലും 20 സെന്റിമീറ്റർ 7.8 ഇഞ്ച്, വീതിയിലും കവിയാൻ പാടില്ല. ഹാൻഡ് ബാഗേജ് ഭാരം അല്ലെങ്കിൽ വലുപ്പ പരിധികൾ കവിഞ്ഞാൽ അധിക ബാഗേജ് ചാർജുകൾ ഈടാക്കും. അതിനാൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുതിയ ബാഗേജ് പോളിസി നടപ്പാക്കാൻ നിർദ്ദേശിച്ച് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിഭാഗവും CISF നേരത്തെ തന്നെ വിമാന കമ്പനികൾക്ക് അറിയിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ 2024 മെയ് 2 മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇളവുകൾ ലഭിക്കും. എന്നാൽ അതിനുശേഷം വരുത്തിയ പുതുക്കലിനും മറ്റും യാതൊരു ഇളവും ലഭിക്കില്ല. ഇക്കോണമി, പ്രീമിയം ഇക്കോണമി ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 7 കിലോയും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് 10 കിലോ വരെയും ഭാരമുള്ള ബാഗുകൾ കയ്യിൽ കരുതാമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. ഇൻഡിഗോ എയർലൈൻസിൽ യാത്ര ചെയ്യുന്നവർക്ക് പരമാവധി 7 കിലോഗ്രാം ഭാരമുള്ള ക്യാബിൻ ബാഗിനൊപ്പം 3 കിലോയിൽ താഴെ ഭാരമുള്ള ചെറിയ ബാഗ് കൂടി കൈവശം കരുതാം. ലേഡീസ് പേഴ്സ്, ചെറിയ ലാപ്ടോപ്പ് ബാഗ് എന്നിവയെല്ലാം ഇത്തരത്തിൽ ഉൾപ്പെടുത്താം. 115 സെന്റിമീറ്ററിൽ അധികമുള്ള ഹാൻഡ് ബാഗുകൾ അനുവദിക്കില്ലെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. പ്രീ എംബാർക്കേഷൻ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകളിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ എയർപോർട്ട് സുരക്ഷാ ചുമതലയുള്ള BCAS-ഉം CISF-ഉം ചേർന്നാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. ഇതിനെ തുടർന്നാണ് വിമാന കമ്പനികളും സമാന സമീപനം സ്വീകരിക്കാൻ നിർബന്ധിതരായത്. അതേസമയം ബഹ്റൈനിന്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ ഗൾഫ് എയർ യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ അളവിൽ മാറ്റം വരുത്തിയിരുന്നു. ഇക്കോണമി ക്ലാസ്സിൽ നിലവിൽ 23 കിലോഗ്രാം ബാഗേജും 23 കിലോ ഹാൻഡ് ലഗേജുമാണ് നേരത്തെ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇക്കോണമി ക്ലാസ്സിൽ ഒരാൾക്ക് 46 കിലോ അനുവദിക്കുകയില്ല. ഒക്ടോബർ 27 മുതൽ പുതുക്കിയ ബാഗേജ് നയം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇക്കോണമി ക്ലാസ്സിൽ തന്നെ 3 വിഭാഗങ്ങളായാണ് യാത്രക്കാരുടെ ബാഗേജുകളുടെ തൂക്കം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഇക്കോണമി ലൈറ്റ് 25 കിലോഗ്രാം, ഇക്കോണമി സ്മാർട്ട് 30 കിലോഗ്രാം, ഇക്കോണമി ഫ്ലക്സ് 35 കിലോഗ്രാം എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ള തൂക്കം. ബിസിനസ് ക്ലാസുകളിൽ ബിസിനസ് സ്മാർട്ടിൽ 40 കിലോഗ്രാമും ബിസിനസ് ഫ്ലക്സിൽ 50 കിലോഗ്രാമും ബാഗേജുമാണ് അനുവദിക്കുക. വെയിറ്റ് അലവൻസിലുള്ള പരമാവധി 5 ബാഗുകൾ യാത്രക്കാർക്ക് കൊണ്ടുപോകാം. ഓരോ ബാഗുകളും മൊത്തം അളവിൽ 158 സെന്റിമീറ്ററിൽ കവിയാൻ പാടില്ല. കുട്ടികൾക്ക് 10 കിലോയും സ്ട്രോളറും കാർ സീറ്റും അനുവദിച്ചിട്ടുണ്ട്. 50 ഇഞ്ച് വരെയുള്ള ടിവികൾ ശരിയായി പാക്ക് ചെയ്താൽ സ്വീകരിക്കും. വലിയ ടിവികൾ ചരക്കുകളായി അയക്കും. ഒരു ലഗേജ് 32 കിലോയിൽ കൂടാൻ പാടുള്ളതല്ല. അമിത ഭാരമുള്ള ബാഗേജിന് അധിക ഫീസ് ഈടാക്കും.